നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും സംഘർഷഭരിതമാകാൻ ഒരുങ്ങുകയാണ് ഇസ്രായേലും ഇറാനും. ഇപ്പോൾ എല്ലാം അവസാനിച്ചെന്ന് കരുതിയിരുന്നിടത്ത് വീണ്ടും സമാധാനം നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ നൽകിക്കൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി രംഗത്ത് വരുന്നത്. അദ്ദേഹം ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ അമേരിക്ക കൂടി രംഗത്ത് വന്നതോടെ ആ ദിവസങ്ങളിൽ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനിടയിൽ ഒന്നും തന്നെ അയത്തുള്ള അലി ഖമനേയി പുറത്തേക്ക് കണ്ടിരുന്നില്ല. അദ്ദേഹം ബങ്കറിനുള്ളിൽ സുരക്ഷിതമായി കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു. എല്ലാം ശാന്തമായതിനു ശേഷം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിനൊക്കെ പിന്നാലെയാണ് അയത്തുള്ള അലി ഖമനേയി പുറത്തേക്ക് വന്നത്. ഏതായാലും ഇത്രയും ദിവസം പിന്നിടുമ്പോൾ വീണ്ടും ഒരു മുന്നറിയിപ്പാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും അവസാനിച്ചിട്ടില്ല, ഏത് നിമിഷവും എല്ലാം തുടങ്ങാമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളുടെ പേരിൽ സമ്മർദ്ദം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി അമേരിക്കയ്ക്കും ഇസ്രായേലുമാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. നമ്മുടെ രാഷ്ട്രം അമേരിക്കയുടെ ശക്തിയെയും അതിന്റെ അടിമയായ സൈനിസ്റ്റ് ഭരണകൂടത്തെയും നേരിടാൻ തയ്യാറാണെന്ന വസ്തുത വളരെ പ്രശംസനീയമാണ്. ബുധനാഴ്ച സ്റ്റേറ്റ് ടെലിവിഷൻ സംസാരിച്ച ഖമനേയിയുടെ വീഡിയോയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഖത്തറിലെ യുഎസിന്റെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് ഖമനേയി ഇതൊരു തുടക്കം മാത്രമാണെന്നും അമേരിക്കയ്ക്കും മറ്റുള്ളവർക്കും ഇതിലും വലിയ പ്രഹരമേൽക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ്. അമേരിക്കയുടെ ചങ്ങലയിലെ നായ എന്നാണ് ഖമനേയി ഇസ്രായേലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഒരു ക്യാൻസർ ട്യൂമർ ആണെന്നും അമേരിക്കയ്ക്കും ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരായ പോരാട്ടം പ്രശംസനീയമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ടെഹ്റാനിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്താനുള്ള സാധ്യത പരിഗണിക്കുന്നതിനൊപ്പം പുതിയ ആണവ ചർച്ചകൾക്കായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിലെ കുറ്റകൃത്യങ്ങൾക്ക് അമേരിക്ക കൂട്ടാളിയാണെന്നും വീണ്ടും ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ ഇറാൻ സന്നദ്ധമാണെന്നുമാണ് ഖമനേയി സൂചന നൽകിയിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കണ്ടതിനേക്കാൾ വലിയ പ്രഹരം എതിരാളികൾക്ക് നൽകാൻ ഇറാന് കഴിയും. ഏത് പുതിയ സൈനിക ആക്രമണത്തിനും മറുപടി നൽകാൻ ഇറാൻ തയ്യാറാണെന്നും സുപ്രീം ലീഡർ പറഞ്ഞു വെക്കുന്നു. ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കില്ലെന്ന് അമേരിക്ക ഉറപ്പ് നൽകുന്നിടത്തോളം നയതന്ത്രത്തിന് തയ്യാറാണെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സൂചനയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസം അവിടെയുള്ള പൗരന്മാരോട് ഇന്ത്യൻ എംബസി അടക്കം സൂക്ഷിക്കണമെന്നും അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതും ഇപ്പോൾ പരമോന്നത നേതാവിന്റെ വാക്കുകളിൽ നിന്നെല്ലാം തന്നെ ഒരു സൂചന ലഭിക്കുന്നത് വീണ്ടും ഒരു യുദ്ധം ഏത് നിമിഷവും അവിടെ പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ സാധ്യതയും മുൻപിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ജൂണിൽ ഫോർദോ ആണവ കേന്ദ്രത്തിൽ നടന്ന വിനാശകരമായ ആക്രമണം ഉൾപ്പെടെ ഇറാനിയൻ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ അടുത്തിടെ ആക്രമണം നടത്തിയിട്ടും ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ 2 വർഷം വരെ വൈകിയേക്കാമെന്നും US ഇന്റലിജൻസ് വിലയിരുത്തി. എന്നാൽ അവരുടെ മിസൈൽ, ഡ്രോണുകൾ പോലെയുള്ളവയുടെ ശേഷികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ഫോർ ദി ഡിഫൻസ് ഓഫ് ഡെമോക്രസിസിലെ സീനിയർ ഫെലോയും ലോങ് വാർ ജേണലിന്റെ എഡിറ്ററുമായ ബിൽ റോജിയോയുടെ അഭിപ്രായത്തിൽ ഇറാന്റെ കൈവശം ഇപ്പോഴും ഏകദേശം 1500 ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകളും അതിന്റെ വിക്ഷേപണ സംവിധാനങ്ങളുടെ ഏകദേശം 50% ഉണ്ട്. തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തുന്ന സ്വരം സ്വീകരിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ട്രംപ് ചർച്ചകൾക്ക് താൻ തുറന്നിരിക്കുകയാണെന്നും പറഞ്ഞു. എന്നാൽ തനിക്ക് സംസാരിക്കാൻ തിടുക്കമില്ലെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതേസമയം വേനൽക്കാലം അവസാനത്തോടെ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാൻ പുരോഗതി കൈവരിക്കുന്നില്ലെങ്കിൽ സ്നാപ് ബാക്ക് ഉപരോധങ്ങൾ സജീവമാക്കുമെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. 2015 ആണവ കരാറിന് കീഴിലുള്ള ഒരു വ്യവസ്ഥ ഇറാൻ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്താൻ അനുവദിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ അഭിസംബോധന ചെയ്യുന്ന സുസ്ഥിരവും പരിശോധിക്കാവുന്നതുമായ ഒരു നയതന്ത്ര പരിഹാരം അത്യാവശ്യമാണ്. വേനൽക്കാലത്തിന്റെ അവസാനത്തോടെ അത്തരം ഒരു പരിഹാരം കൈവരിക്കാനാകുന്നില്ലെങ്കിൽ സ്നാപ് ബാക്ക് സംവിധാനം E3യുടെ ഒരു ഓപ്ഷനായി തുടരുമെന്നും ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. E3 എന്നത് ഫ്രാൻസ്, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. 2015 ആണവ കരാറിൽ ഉൾപ്പെട്ട 3 യൂറോപ്യൻ രാജ്യങ്ങൾ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്നു. ഈ വിഷയത്തിൽ ഞങ്ങളുടെ E3 പങ്കാളികളുമായി തങ്ങൾ അടുത്ത ഏകോപനം തുടരുന്നു എന്നാണ് ജർമ്മൻ മന്ത്രാലയം കൂട്ടിച്ചേർത്തത്.
മഹായുദ്ധത്തിന്റെ ഭീതി പശ്ചിമേഷ്യയിൽ ലോകത്തെയും വിട്ടൊഴിഞ്ഞിട്ടില്ല എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ഈ വാക്കുകളിൽ നിന്നും നടക്കുന്ന ചർച്ചകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനെ ഖത്തർ മുൻകൈയെടുത്ത അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ദുർബലമായ ഒരു വെടിനിർത്തൽ സാധ്യമാക്കുകയും ചെയ്തു. എന്നാൽ അവസാനിക്കാത്ത യുദ്ധങ്ങളുടെ ആരംഭത്തിനാണ് പശ്ചിമേഷ്യയിൽ തുടക്കം കുറിച്ചത്. ഇറാനെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ട് പതിറ്റാണ്ടുകളായി ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനായി ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് വർഷങ്ങളെടുത്ത് തയ്യാറാക്കിയ നിശബ്ദ നീക്കങ്ങളുടെ ഒടുവിലാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ പ്രഖ്യാപിച്ച് ഇറാന് നേർക്ക് ഇസ്രായേൽ 12 നാൾ നീണ്ടുനിന്ന വ്യോമാക്രമണം നടത്തിയത്. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുക എന്നത് ഇസ്രായേലിന്റെ സൈനിക ലക്ഷ്യമായിരുന്നെങ്കിൽ ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ താഴെയിറക്കുക എന്നതായിരുന്നു രാഷ്ട്രീയ ലക്ഷ്യം. ഇറാനുമേൽ ഏതായാലും ഇപ്പോൾ ഉപരോധം മുഴക്കിയാണ് യൂറോപ്യൻ യൂണിയനും രംഗത്ത് വരുന്നത്. ഓഗസ്റ്റ് 29-നകമാണ് ആണവ പരിപാടി നിയന്ത്രിക്കുന്നതിൽ പുരോഗതി കൈവരിച്ചില്ലെങ്കിൽ ഇറാനുമേൽ ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. തീരുമാനത്തോട് ഇറാൻ സഹകരിച്ചില്ലെങ്കിൽ 10 വർഷം മുമ്പ് പിൻവലിച്ച ആയുധങ്ങൾ, ബാങ്കുകൾ, ആണവ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ ഫ്രാൻസും അവരുടെ പങ്കാളികളും വീണ്ടും പ്രയോഗിക്കുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ സംസാരിച്ച ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. യൂറോപ്പിന്റെ സ്വാധീനം വീണ്ടും ഉറപ്പിക്കാനുള്ള ശ്രമമായി ഈ ഇടപെടലിനെ കാണാവുന്നതാണ്. കഴിഞ്ഞ മാസം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടാൻ ഉത്തരവിട്ട ഡൊണാൾഡ് ട്രംപ് ഇറാനിയൻ ആണവ വിഷയത്തിൽ നിന്നും യൂറോപ്യൻ യൂണിയനെ വലിയ തോതിൽ മാറ്റി നിർത്തിയിരുന്നു. ഓഗസ്റ്റ് അവസാനത്തോടെയുള്ള സമയപരിധി ഒക്ടോബർ 15ഓടെ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുന്നതിലേക്കും നയിച്ചേക്കാവുന്ന ഒരു പ്രക്രിയയ്ക്ക് തുടക്കമിടുന്നു. ഇത് 2015-ലെ ആണവ കരാറിൽ ഒപ്പുവെച്ച യൂറോപ്യൻ രാജ്യങ്ങളായ UK, ഫ്രാൻസ്, ജർമ്മനി എന്നിവയ്ക്ക് ഇറാനുമായുള്ള ചർച്ചകളിൽ മുൻതൂക്കം നൽകും. ജൂണിൽ US ആക്രമണങ്ങൾ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് ശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി പുനഃക്രമീകരിക്കാൻ ശ്രമിക്കുന്നത് തടയുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ ആണവ പരിശോധന ഏജൻസി ഇറാനിലേക്ക് മടങ്ങിവരവ് യൂറോപ്യൻ ശക്തികൾ ആഗ്രഹിക്കുന്നുണ്ട്. 2015-ലെ ആണവ കരാർ ചർച്ച ചെയ്ത രീതി ഒപ്പുവെച്ച മറ്റു കക്ഷികളായ ചൈനയെയോ റഷ്യയെയോ ഉപരോധങ്ങൾ സ്നാപ്ബാക്കിനെ വീറ്റോ ചെയ്യാൻ അനുവദിക്കുന്നില്ല. എന്നാൽ കൂടുതൽ കൂടിയാലോചനകൾക്ക് സമയം അനുവദിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ ഒക്ടോബറിനപ്പുറം സ്നാപ്ബാക്ക് ചുമത്തുന്നത് മാറ്റിവെക്കാം. സ്നാപ്ബാക്ക് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുന്നത് വീറ്റോ ചെയ്യുന്നതിൽ നിന്ന് UN സുരക്ഷാ കൗൺസിലിലെ ഒരു സ്ഥിരാംഗത്തെ തടയുന്നതിനാണ് JCPOയുടെ സ്നാപ്ബാക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉപരോധ ഇളവ് തുടരാനുള്ള പ്രമേയത്തിൽ ചൈനയോ റഷ്യയോ വീറ്റോ ഉപയോഗിക്കുന്നതിന് ഉപരോധങ്ങളുടെ തിരിച്ചുവരവ് തടയുന്നതിന് പകരം വീണ്ടും ഏർപ്പെടുത്തുന്നതിലേക്ക് നയിക്കും. 2018-ൽ ആണവ കരാറിൽ നിന്നും പുറത്തുപോയതിനു ശേഷം US-ന് UKയുടെയോ ഫ്രാൻസിന്റെയോ നീക്കത്തെ വീറ്റോ ചെയ്യാൻ കഴിയില്ല. UN ചാർട്ടറിന്റെ 7-ാം അധ്യായം പ്രകാരം ഉപരോധങ്ങൾ പിൻവലിക്കൽ ആരംഭിക്കും. ഇത് 6 UN പ്രമേയങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് നിർബന്ധിതമാക്കുന്നു. അതിൽ ഗവേഷണ വികസന തലത്തിൽ ഉൾപ്പെടെ യുറേനിയ സമ്പുഷ്ടീകരണവും പുനഃസംസ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇറാൻ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പുനഃസ്ഥാപിക്കപ്പെട്ട പ്രമേയങ്ങൾ ഇറാന്റെ എല്ലാ എണ്ണ കയറ്റുമതിയും തടയുകയില്ലെന്നും അന്താരാഷ്ട്ര ധനകാര്യ സംവിധാനങ്ങളിലേക്കുള്ള ഇറാന്റെ പ്രവേശനമോ പൊതുവായ വ്യാപാര ആശയവിനിമയങ്ങൾ വിച്ഛേദിക്കില്ലെന്നും ഇറാനിയൻ ഉപരോധ വിദഗ്ധർ അവകാശപ്പെടുന്നു. എന്നാൽ മാനുഷിക വികസന ആവശ്യങ്ങൾ ഒഴികെ എല്ലാ രാജ്യങ്ങളും അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളും ഇറാനിയൻ സർക്കാരിനെ സാമ്പത്തിക സഹായം, മുൻഗണനാ വായ്പകൾ നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരും. സ്നാപ്ബാക്ക് സജീവമാകുന്നത് ഇറാൻ ആണവ വിഷയത്തിൽ യൂറോപ്പിന്റെ പങ്ക് അവസാനിപ്പിക്കും. കൂടാതെ 3 യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ ബന്ധത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഇരുണ്ട ഘട്ടമായിരിക്കും അത്. ഒരിക്കലും നന്നാക്കാൻ കഴിയാത്തൊരു ഘട്ടമാണിത്. ഇറാനും US-ഉം തമ്മിലുള്ള മധ്യസ്ഥൻ എന്ന നിലയിൽ യൂറോപ്പിന്റെ പങ്കിന്റെ അവസാനമായിരിക്കും അത്. ഇറാനി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും പ്രതികരിച്ചു.